നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. തൃശൂർ നഗരം ഇന്ന് പാപ്പാ കടലാകും. സെന്റ് തോമസ് കോളേജ് പരിസരത്ത് നിന്ന് ബോൺനാഥാല അല്പസമയത്തിനകം ആരംഭിക്കും. മറ്റത്തൂർ പഞ്ചായത്തിൽ അട്ടിമറി. മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി. സ്വതന്ത്രയായി ജയിച്ച ടെസി ജോസിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മറ്റത്തൂരിൽ പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. SDPI പിന്തുണയിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ. AM നിതീഷിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചേലക്കരയിലും അവിടിശ്ശേരിയിലും വേലൂരിലും ഭരണം പിടിച്ച് UDF. ചേലക്കരയിൽ LDF അംഗം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മേരി തോമസിനെ തിരഞ്ഞെടുത്തു. 21 വോട്ടുകൾ നേടിയാണ് മേരി തോമസ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായത്. മേയർ പദവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ഡോക്ടർ നിജി ജസ്റ്റിൻ. തൃശൂരിലെ എല്ലാ ആളുകളുടെയും ദാസനായിരിക്കാനാണ് ആഗ്രഹമെന്ന് മേയർ. കള്ളിമുണ്ടെടുത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വാർത്തകൾ വിശദമായി. തൃശൂർ പൗരാവലിയും അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺനാഥാലെ കരോൾ ഘോഷയാത്ര ഇന്ന് വൈകിട്ട് നടക്കും. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന പാപ്പ റാലി സ്വരാജ് റൌണ്ട് ചുറ്റി സെന്റ് തോമസ് കോളേജിൽ തന്നെ സമാപിക്കും. 200ഓളം ഇടവകകളിൽ നിന്നായി 15,000ഓളം ക്രിസ്മസ് പാപ്പമാർ പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പാട്ടിനനുസരിച്ച് നൃത്തച്ചുവടുകൾ വയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, പാപ്പ റാലിക്കുള്ള ഒരുക്കങ്ങൾ എവിടെയായി? എന്തൊക്കെയാണ് മറ്റ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്? പ്രിയങ്ക, എന്തായാലും തൃശൂർ നഗരം കാത്തിരുന്ന പാപ്പാമാരുടെ സംഗമത്തിന് ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ കാണാൻ കാരണം കുട്ടികളടക്കമുള്ളവർ തന്നെ ചുവപ്പും വെള്ളയും വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇപ്പോൾ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ സേക്രഡ് ഹാർട്ട് സ്കൂളിന് മുൻപിലായിട്ടാണ്. ഇവിടെ നിന്നാണ് ഈ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇത് ഇങ്ങനെ വരികളായി നിന്ന് സെന്റ് തോമസ് റോഡിലെത്തും. സെന്റ് തോമസ് കോളേജിന് മുന്നിൽ നിന്നാണ് ഔദ്യോഗികമായിട്ട് ഇതിന് തുടക്കം കുറിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരടക്കം സഹമന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ ഒരു ഉദ്ഘാടന സമാപന പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കും. എന്തായാലും 15,000ഓളം പാപ്പമാരാകും ഈ ഒരു സംഗമത്തിൽ ഇപ്പോൾ അണിനിരക്കുക. എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. കുട്ടിപ്പാപ്പമാർ മുതൽ വലിയവർ വരെ, മുതിർന്നവർ വരെയുള്ളവർ ഇപ്പോൾ ക്രിസ്മസ് പാപ്പമാരുടെ വേഷമണിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ബോൺനാഥാലയിൽ അണിനിരന്നിരിക്കുകയാണ്. ഇപ്പോഴും പല ഇടവകകളിൽ നിന്നായി നൂറുകണക്കിന് പേർ ഈ തൃശ്ശൂരിൻ്റെ സ്വന്തം സാംസ്കാരിക നഗരിയുടെ സ്വന്തം പാപ്പാ സംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നഗരി ഇപ്പോൾ പാപ്പമാരാൽ നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, എങ്ങും ചുവപ്പും വെള്ളയും വസ്ത്രങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. കാരണം ലോക ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച 2014 ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച പാപ്പമാരുടെ സംഗമം തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വരുമ്പോൾ 15,000ഓളം പാപ്പമാരാകും ഈ ഒരു ബോൺനാഥാലയിൽ പങ്കെടുക്കുക എന്നാണ് തൃശ്ശൂർ അതിരൂപത അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ തൃശ്ശൂർ പൗരാവലിയും തൃശ്ശൂർ അതിരൂപതയും സംയുക്തമായിട്ടാണ് ഇത്തരത്തിൽ ബോൺനാഥാലയെ സംഘടിപ്പിക്കുന്നത്. ഇതോടുകൂടിയാണ്, ഈ പാപ്പമാരുടെ സംഗമത്തോടുകൂടിയാണ് സാംസ്കാരിക നഗരിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. ഇതൊരു ജീവകാരുണ്യ പ്രവൃത്തി കൂടി ഇതിന് പിന്നിലുണ്ട്. നമുക്കറിയാം, 10ഓളം നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന കാരുണ്യ പ്രവൃത്തിയും ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടിയാണ് ഇത്തരം ഒരു ആഘോഷവേളയിൽ തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ പൗരാവലിയും നേതൃത്വം നൽകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സമാപന സമ്മേളനത്തിലാണ് അത്തരത്തിലുള്ള കാരുണ്യപ്രവർത്തികളുടെയും കൈമാറ്റവും ഉദ്ഘാടനവും ഒക്കെ നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് തൃശ്ശൂർ നഗരം. നിരവധി കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ഈ ഒരു പാപ്പാ സംഗമത്തിൽ അണിനിരന്നിരിക്കുകയാണ്. ഈ സമയം വലിയ ആഘോഷങ്ങൾക്കാണ് തൃശ്ശൂർ നഗരം അല്പസമയത്തിനകം വേദിയാകുക. ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ബോൺനാഥാലയുടെ മറ്റൊരു പതിപ്പിന് സാംസ്കാരിക നഗരി അല്പസമയത്തിനകം വേദിയാകും. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്ത് നിന്നും
ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ബോൺനഥാലെ ഘോഷയാത്ര പിന്നീട് സ്വരാജ് റൗണ്ടിലെത്തി സ്വരാജ് റൗണ്ട് ചുറ്റി വീണ്ടും സെന്റ് തോമസ് കോളേജിൽ തന്നെ പര്യവസാനിക്കും. തുടർന്ന് സമാപന സമ്മേളനം നടക്കും. സമാപന സമ്മേളനത്തിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ തൃശ്ശൂരിന്റെ എംപിയും സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയും ന്യൂനപക്ഷ സഹമന്ത്രിയായ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാന മന്ത്രിമാരുണ്ടാകും, ജനപ്രതിനിധികളുണ്ടാകും. ഇന്നലെ മാത്രം സത്യപ്രതിജ്ഞ ചെയ്ത തൃശ്ശൂരിന്റെ സ്വന്തം മേയർ നിജി ജസ്റ്റിൻ അടക്കമുള്ളവർ മുഖ്യ രക്ഷാധികാരിയായി ഈ ഒരു ബോൺനഥാലയുടെ മുന്നിൽ തന്നെ അണിനിരക്കും. എന്തായാലും ഇപ്പോൾ നിരവധി കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ഈ ഒരു പാപ്പാ സംഗമത്തിൽ അണിനിരക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇതൊരു കാഴ്ചയുടെ വസന്തം കൂടി തീർക്കുകയാണ് ഈ ബോൺനഥാലെ. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ നിരവധിയാർന്ന പ്ലോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ തവണയും സവിശേഷമായി നമുക്കറിയാം സാങ്കേതിക വിദ്യയുടെ ആ ഒരു കൂടുതൽ മുതലെടുപ്പ് നടക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങളും ഈ ഒരു ബോൺനഥാലയിൽ അണിനിരക്കും. 4 അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള 4 പ്ലോട്ടുകളാകും അത്തരത്തിലുണ്ടാവുക. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് അത് അണിനിരക്കുന്നത്. തൊട്ട് പുറകിലായി 15ഓളം പ്ലോട്ടുകൾ ഒരുങ്ങും. അത് ഒരുങ്ങിക്കഴിഞ്ഞു. അത് ഈ ഒരു ബോൺനഥാലയിൽ അണിനിരക്കും. അങ്ങനെ കാഴ്ചയുടെ ഒരു വസന്തം തന്നെ തീർക്കുകയാണ് ഈ ക്രിസ്മസ് വാരാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഈ ഒരു വേളയിൽ. എന്തായാലും ഇപ്പൊ നമുക്ക് നിരവധി എങ്ങനെയുണ്ട്, ആഘോഷിക്കാണോ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് തോളൂര് തീറ്റോട് പുട്ടോട്. ഓക്കെ, എത്ര സംഘം വന്നേക്കുന്നത്? 70-80 പേരല്ലേ? ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടില്ല, രണ്ടാമത്തെ വട്ടം. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? ഒരു ആവേശമൊന്നും ഇല്ലയോ? കണ്ടോ അമ്മ പറയുന്നുണ്ടോ? അപ്പം ഇങ്ങനെ ഓരോ സംഘങ്ങളും നിരവധി തൃശ്ശൂർ അതിരൂപതയുടെ വിവിധങ്ങളായ ഇടവകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേരാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. അത് പ്രായഭേദമന്യാണ്. അതായത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിരുന്നു. അതായത് വലിയ കുടുംബം മുതൽ ഏറ്റവും ചെറിയ അണുകുടുംബം വരെ പങ്കെടുക്കുന്ന ഒരു ബോൺനഥാലയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇത് നാനാജാതി മതസ്ഥർ അടക്കമുള്ളവർ ഈ ഒരു ബോൺനഥാലയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കാണാനെത്തുന്നുണ്ട്. ഈ പങ്കെടുക്കുന്നവർ തന്നെ 15,000 കടക്കുമ്പോൾ ഇത് കാണാനെത്തുന്നവരും നിരവധിയാണ്. കാരണം നഗരവീഥികളിലൂടെ കടന്നു പോകുന്ന ബോൺനഥാല ഘോഷയാത്ര കാണുവാനായി നിരവധി പേരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നത്. അതിനു പുറമെ മറ്റ് ജില്ലകളിൽ നിന്നും ഈ ഒരു ആഘോഷം, ഈ ഒരു ക്രിസ്മസിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള തൃശ്ശൂരിന്റെ സ്വന്തം ആഘോഷം ബോൺനഥാലെ കാണുവാനും എത്തിച്ചേർന്നിട്ടുണ്ട്. ലോക ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചത് കൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു പ്രൗഢിയും ഈ ഇക്കാലയളവിൽ ബോൺനഥാലയ്ക്ക്, തൃശ്ശൂരിന്റെ സ്വന്തം ബോൺനഥാലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിൽ വരെയും മലയാളികളുള്ള നാടുകളിൽ വരെയും വന്നെത്തിയിട്ടുണ്ട്. ആ ഒരു ആഘോഷം ഇവിടങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓരോരുത്തരുടെയും മുഖത്ത് ആ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ കാണാൻ കഴിയുന്നു. കാരണം ക്രിസ്മസിന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പ്രതിരൂപമായ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ഒരു ആഘോഷവും ആനന്ദവും ഒക്കെ തന്നെ ഈ ബോൺനഥാലയിൽ പങ്കെടുക്കുന്നവരുടെ മുഖങ്ങളിലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം. എന്തായാലും ഇപ്പോൾ നിരവധി ഇടവകളിൽ നിന്നുള്ള കുടുംബാംഗങ്ങളും കുട്ടികളും മുതിർന്നവരും അത് YMCAയുടെയും മറ്റും യൂത്ത് മൂവ്മെന്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അണിനിരക്കുന്ന ഓരോ വരിയും ഇങ്ങനെ ചെന്നെത്തുന്നത് സെന്റ് തോമസ് കോളേജിന് മുന്നിലായിരിക്കും. അവിടെയാണ് ഫ്ലാഗ് ഓഫ് നടക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ തന്നെ വെള്ളരിപ്രാവിനെ, സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പറത്തിക്കൊണ്ട് തന്നെയാകും, അല്ലെ ബലൂണുകൾ, വർണ്ണ ബലൂണുകൾ പറത്തിക്കൊണ്ട് തന്നെയാകും ഈ ഒരു ചടങ്ങിന് ഫ്ലാഗ് ഓഫ് ആവുക. എന്തായാലും ഇപ്പോൾ കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന ഓരോ ഇടവക അംഗങ്ങളും ബോൺനഥാലയിൽ അച്ചടക്കം പാലിച്ച് ഇതിന് നേതൃത്വം നൽകുന്നവരുടെ ആ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ബോൺനഥാലയിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം സാംസ്കാരിക നഗരി, പൂരത്തിന്റെ നഗരി, പെരുന്നാളിന്റെ നഗരി, അങ്ങനെ നാനാജാതി മതസ്ഥരുടെയും ഈറ്റില്ലമായ സാംസ്കാരിക നഗരി, സംസ്ഥാനത്തെ
സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ അല്പസമയത്തിനകം പാപ്പമാരുടെ സംഗമത്തിന് വേദിയാകും. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് പാപ്പമാർ ഈ ഒരു വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ അണിനിരന്ന് കഴിഞ്ഞു. ഇനിയും ഓരോ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോ സംഘങ്ങളും അണിനിരക്കും. തൊട്ടു പിറകിലായി നിശ്ചല ദൃശ്യങ്ങളുണ്ടാകും. അങ്ങനെ കാഴ്ചയുടെ ഒരു വസന്തം കൂടി തീർത്തുകൊണ്ട് തന്നെ ബോൺനതാല ഘോഷയാത്ര അല്പസമയത്തിനകം തൃശ്ശൂർ നഗരം കീഴടക്കി മുന്നേറും. പ്രിയങ്ക. ശരി അഭിജിത്ത്, അതുപോലെ തന്നെ വാഹനങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും വളരെ നന്നായിട്ട് തന്നെ സജ്ജമാക്കിയിട്ടുണ്ടോ? തീർച്ചയായും പ്രിയങ്ക, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ ഇതിന് പ്രത്യേകമായ ഒരു മുന്നൊരുക്കം പോലീസും അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണത്തിന് പ്രത്യേക കമ്മിറ്റിയുണ്ട്, അതോറിറ്റിയൊക്കെ ഉണ്ട്. ആ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രത്യേകമായ നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ആഘോഷവേള നടക്കുമ്പോൾ ഗതാഗത നിയന്ത്രണം സ്വരാജ് റൗണ്ടിലും നഗരത്തിന്റെ ചില പരിസര പ്രദേശങ്ങളിലെ സബ് റോഡുകളിലടക്കം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിങ്ങുകളിലടക്കം നിരോധിച്ചുകൊണ്ടുള്ള ഗതാഗത നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഘോഷയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അത് കാലങ്ങളായി ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ജനങ്ങൾക്കും അതിനെ സംബന്ധിച്ച് ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഈ ദിവസം ഉച്ചതിരിഞ്ഞ ശേഷം നടക്കുന്ന അത്തരത്തിലുള്ള ഒരു ഗതാഗത ക്രമീകരണത്തെ കുറിച്ച് പ്രത്യേകമായ ഒരു മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ കൂടിയും അത് ജനങ്ങൾ അതുമായി തന്നെ പൊരുത്തപ്പെട്ടു പോകുന്നു. കാരണം ഡിസംബർ 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക നഗരിയിൽ ബോൺനതാല ഘോഷയാത്ര അരങ്ങേറുന്നതാണ്. ഉച്ച കഴിഞ്ഞാൽ സ്വാഭാവികമായും ഗതാഗത നിയന്ത്രണം ഉണ്ടാവും സ്വരാജ് റൗണ്ടിലടക്കം എന്നുള്ളത് ഈ ഒരു ബോൺനതാല അരങ്ങേറുന്ന ദിവസത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഇല്ല എന്ന് വേണം കരുതാൻ. കാരണം അത്രമേൽ ഈ ബോൺനതാലയും ബോൺനതാലയുടെ ക്രമീകരണങ്ങളും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും എല്ലാം ജനങ്ങളിൽ ഇപ്പോൾ ഇതിനോടകം ഇടം പിടിച്ചതാണ്. എന്തായാലും പോലീസിന്റെ പ്രത്യേകമായ സുരക്ഷയുണ്ട്. നിരവധി പോലീസുകാരെ ഇതിനായി പ്രത്യേകം വിന്യസിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളും മുതിർന്നവരും അടക്കം ഈ ഒരു ഘോഷയാത്രയിൽ അണിനിരക്കുന്നതാണ്. അവരുടെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് പോലീസിനെ സംബന്ധിച്ച് ഗതാഗതം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സുഗമമായ ഘോഷയാത്രയുടെ നടത്തിപ്പിനായി തൃശ്ശൂർ പൗരാവലിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ പോലീസും തങ്ങളുടെ സുത്യർഹമായ സേവനം അത് സുരക്ഷ കൂടുതലായി ഒരുക്കിക്കൊണ്ട് തന്നെ നിർവഹിക്കുന്നു എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. നിരവധിയാർന്ന പോലീസുകാരും ഉദ്യോഗസ്ഥരുമാണ് ഈ ഒരു അവസരത്തിൽ തങ്ങളുടെ ഡ്യൂട്ടിയുമായി ഈ ഒരു ബോൺനതാലയുടെ മികച്ച പ്രവർത്തനത്തിനും അല്ലെങ്കിൽ മികച്ച പ്രകടനത്തിനുമൊക്കെ അവസരമൊരുക്കിക്കൊണ്ട് കൃത്യനിർവഹണവുമായി ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസിനും ഇല്ല എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിരവധി പോലീസുകാർ ഈ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെയുണ്ട്. ഓരോ ഘോഷയാത്ര കടന്നു പോകുന്ന എല്ലാ വേദികളിലും പ്രത്യേകമായ വോളണ്ടിയർമാരുടെ സേവനമുണ്ട്. അത് ഈ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേകമായ വോളണ്ടിയർമാരും ഇത് നിയന്ത്രിച്ചുകൊണ്ടുണ്ടാകും. പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉണ്ടാകും. കാരണം പ്ലോട്ടുകൾ അണിനിരക്കുന്നത് അടക്കം ചില വാഹനങ്ങളിലാണ്, നിശ്ചല ദൃശ്യങ്ങളൊക്കെയുള്ള വാഹനങ്ങളിലാണ്, വലിയ വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി കടന്നു പോകുന്നവർ അല്ലെ കാണികൾക്കോ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നവർക്കോ അത്തരത്തിലുള്ള യാതൊരു അസ്വാരസ്യം ഉണ്ടാകാതിരിക്കാനും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുമായി കൃത്യമായ വോളണ്ടിയർമാരുടെ ഒരു സേവനവും കൃത്യമായ വടങ്ങൾ കെട്ടി വേർതിരിച്ചുകൊണ്ട് കൃത്യമായി അവർ ഈ ഒരു ബോൺനതാലയ്ക്ക് സുഗമമായ ഒരുക്കം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ബോൺനതാല ആഘോഷത്തിന്റെ നിമിഷങ്ങൾക്ക് വേദിയാകാൻ അല്പസമയം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കേന്ദ്രമന്ത്രി അടക്കം കേന്ദ്ര സഹമന്ത്രിമാരടക്കം സംസ്ഥാന മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കം അങ്ങനെ തൃശ്ശൂർ പൗരാവലി മുഴുവൻ ഈ ഒരു ഘോഷയാത്രയിൽ അണിനിരക്കും. എന്തായാലും ഇതോടുകൂടിയാവും ക്രിസ്മസ് വാരാഘോഷത്തിന് സാംസ്കാരിക നഗരിയിൽ പരിസമാപ്തിയാകുക. പ്രിയങ്ക. ശരി അഭിജിത്ത്, തൃശൂർ പൗരാവലി അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺനതാല കരോൾ ഘോഷയാത്ര അല്പസമയത്തിനകം നടക്കും. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന പാപ്പ റാലി സ്വരാജ് റൗണ്ട് ചുറ്റി സെന്റ് തോമസ് കോളേജിൽ തന്നെ സമാപിക്കും. മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. അല്പസമയത്തിനകം ഘോഷയാത്ര ആരംഭിക്കും. വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് തലച്ചിറയാണ്. മറ്റു വാർത്തയിലേക്ക്. മറ്റത്തൂരിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാടകീയത. ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന പഞ്ചായത്തിൽ സ്വതന്ത്രയെ മത്സരിച്ച് വിജയിച്ച ടെസി ജോസ് കല്ലറക്കൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചിരുന്നു. ഈ 8 പേരുടെയും BJPയിലെ 3 അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് ടെസി ജോസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP പക്ഷത്തെ 1 വോട്ട് അസാധുവായി. 24 അംഗങ്ങളുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ LDF 10, UDF 8, BJP 4, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില.
സ്വതന്ത്രനായ KR ഔസേഫിനെയാണ് LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർത്തിയത്. വോട്ടെടുപ്പിൽ KR ഔസേഫിന് 11 വോട്ടുകളും ടെസി ജോസിന് 12 വോട്ടുകളും ലഭിച്ചു. ബാലറ്റ് പേപ്പറിൽ പേരെഴുതാതിരുന്നതിനെ തുടർന്ന് ഒരു വോട്ട് അസാധുവായി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ടെസി ജോസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ S. സുധ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. TCV ന്യൂസ്, കൊടകര. മറ്റത്തൂരിൽ പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച നേതാക്കൾക്കെതിരെ പാർട്ടി നടപടി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. BJPയും SDPIയും കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാകുന്നതിന്റെ തെളിവാണ് വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ജില്ലയിലെ മറ്റത്തൂരും പാറളവും ചൊവ്വന്നൂരും ഇതിന് അടിവരയിടുന്നു. അധികാരക്കൊതിമൂത്ത കോൺഗ്രസിന് BJPയുടെ ഭൂരിപക്ഷ വർഗീയതയോട് SDPIയുടെ മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയമോ ബാധകമല്ലെന്നും KV അബ്ദുൾ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. മറ്റത്തൂരിൽ കോൺഗ്രസ് BJPയുമായി യാതൊരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പറഞ്ഞു. സ്വതന്ത്രനായി വിജയിച്ച KR ഔസേഫിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും പഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടി നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. UDFനൊപ്പം നിന്ന ഔസേഫിനെ LDF വില കൊടുത്തുവെന്നും TM ചന്ദ്രൻ ആരോപിച്ചു. രാഷ്ട്രീയ മര്യാദയും പ്രഖ്യാപിത നയങ്ങളും മറന്ന് BJPയും കോൺഗ്രസും മറ്റത്തൂരിൽ ഒത്തുകളിച്ച് അട്ടിമറി നടന്നെന്നാരോപിച്ച് CPM പ്രവർത്തകർ മൂന്നുമുറിയിൽ പ്രകടനം നടത്തി. MR രഞ്ജിത്ത്, PK കൃഷ്ണൻകുട്ടി, PS പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി മറ്റത്തൂരിൽ ഏതാനും നേതാക്കൾ കോൺഗ്രസിനെ നശിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മൂന്നുമുറിയിലെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. സജീർ ബാബു, നൌഷാദ് കല്ലുംപുറം, ശാലിനി ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SDPI പിന്തുണയിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ. UDFന്റെ AM നിതീഷ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. UDF 5, LDF 6, SDPI 2, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചേലക്കര പഞ്ചായത്തിൽ UDFന് അട്ടിമറി വിജയം. CPM അംഗം UDFന് വോട്ട് ചെയ്തതോടെ കോൺഗ്രസിലെ T. ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 24 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDFനും LDFനും 12 വീതം അംഗങ്ങളാണുള്ളത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM അംഗമായ രാമചന്ദ്രന്റെ വോട്ട് UDFന് ലഭിച്ചു. ഇതോടെ 13 വോട്ട് നേടിയ T. ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി. LDFിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി K. നന്ദകുമാറിന് 11 വോട്ടുകൾ ലഭിച്ചു. അറിയാതെ വോട്ട് മാറിപ്പോയെന്നാണ് CPM അംഗത്തിന്റെ വിശദീകരണം. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട T. ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. LDFും UDFും ഒപ്പത്തിനൊപ്പമുള്ള വേലൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ UDFിലെ സ്വപ്ന രാമചന്ദ്രനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. LDFിലെ ശുഭ അനിൽകുമാർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. വോട്ടെടുപ്പിൽ തുല്യത വന്നതോടുകൂടെ നറുക്കെടുപ്പ് നടത്തിയത്. ആകെ 19 സീറ്റിൽ 9 LDFും 9 UDFും 1 BJPയുമാണുള്ളത്. BJP അംഗം AG രഞ്ജീവ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDFിനും UDFിനും 9 വോട്ടുകൾ വീതം ലഭിച്ചു. തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത്. 2015ലും 2020ലും LDF ആണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. സ്വപ്ന രാമചന്ദ്രന്റെ വിജയത്തോടെ ഭരണം കോൺഗ്രസിന് ലഭിച്ചു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സ്വപ്ന രാമചന്ദ്രൻ ഇത് 4ാം തവണയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വലിയ സന്തോഷവും അഭിമാനവുമുള്ള സമയമാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ കാലങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹം ഇന്ന് സഫലമായിട്ടിരിക്കുകയാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഒരു വാർഡിലെ പ്രസിഡന്റ് അല്ലാതെ മുഴുവൻ ജനങ്ങളുടെയും പ്രസിഡന്റായിട്ട് ഇരുന്നുകൊണ്ട് വികസനത്തിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ വേലൂരിലെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം.
വൈസ് പ്രസിഡന്റായി നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിലിനെ തെരഞ്ഞെടുത്തു. LDF-ലെ AS ചന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടുകൂടെ വോട്ട് തുല്യമാവുകയും തുടർന്ന് നറുക്കെടുപ്പ് നടത്തുകയുമായിരുന്നു. അവിണിശ്ശേരി പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ UDF-ന് ലഭിച്ചു. കോൺഗ്രസിലെ റോസ്ലി ജോയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ KV നഫീസയെ തെരഞ്ഞെടുത്തു. UDF 7, LDF 7 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. തളി ബ്ലോക്ക് ഡിവിഷനിലെ UDF ലീഗ് സ്വതന്ത്രൻ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടുകൂടിയാണ് KV നഫീസയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റായി BJP-യിലെ P. കൃഷ്ണപ്രസാദിന് ചുമതലയേറ്റു. 19 അംഗ ഭരണസമിതിയിൽ 10 വോട്ടുകളാണ് BJP-ക്ക് ലഭിച്ചത്. CPM-ന് 7 വോട്ട് ലഭിച്ചു. 2 സ്വതന്ത്രരുടെ വോട്ട് അസാധുവായി. കോൺഗ്രസ് നേതാവ് പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ പാർട്ടിയുമായാണ് കോൺഗ്രസ് ചൊവ്വന്നൂരിൽ സഖ്യമുണ്ടാക്കിയതെന്ന് CPM. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടേണ്ടി വന്നാൽ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ചൊവ്വന്നൂരിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നതെന്നറിയാൻ താൽപര്യമുണ്ടെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ പറഞ്ഞു. പാറളം പഞ്ചായത്ത് ഭരണം BJP-ക്ക്. കോൺഗ്രസ് അംഗത്വത്തിന്റെ വോട്ട് അസാധുവായതോടുകൂടെ BJP-യിലെ അനിതാ പ്രസന്നൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF 6, BJP 6, LDF 5 എന്നിങ്ങനെയാണ് കക്ഷിനില. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ മേരി തോമസിനെ തെരഞ്ഞെടുത്തു. 21 വോട്ടുകൾ നേടിയാണ് മേരി തോമസിന്റെ വിജയം. UDF-ൽ നിന്ന് മത്സരിച്ച EA ഓമനിക്ക് 9 വോട്ടുകളാണ് ലഭിച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. മന്ത്രിമാരായ K. രാജൻ, R. ബിന്ദു എന്നിവർ പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ആശംസകൾ നേർന്നു. വാഴാനി ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മേരി തോമസ് 2015-ലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. മേയർ പദവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ഡോക്ടർ നിജി ജസ്റ്റിൻ. ഗാന്ധിജിയെയും ബൈബിളിനെയും ഉദ്ധരിച്ചായിരുന്നു മേയറുടെ മറുപടി. വിനയമില്ലാത്ത സേവനം സ്വാർത്ഥതയും അഹന്തയുമാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ വലിയവൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. തൃശൂരിലെ എല്ലാ ആളുകളുടെയും ദാസനായിരിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും മേയർ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും താൻ കോൺഗ്രസിന്റെ പ്രവർത്തകയായി തുടരുമെന്ന് കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ്. മറ്റ് കോൺഗ്രസ് കൌൺസിലർമാരോടൊപ്പം പ്രവർത്തിക്കും, എന്നാൽ അഴിമതി കണ്ടാൽ ശക്തമായി പ്രതികരിക്കുമെന്നും ലാലി ജെയിംസ് മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നത് വിഷമകരമായ കാര്യമാണ്. രാത്രിയുടെ മറവിൽ സസ്പെൻഡ് ചെയ്തത് ശരിയായ നടപടിയല്ല. കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകിയില്ല. DCC പ്രസിഡന്റ് കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നുവെന്നും അവർ പറഞ്ഞു. മേയർ പദവിക്കായി DCC നേതൃത്വം പണം ആവശ്യപ്പെട്ടു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ലാലി ജെയിംസ് വ്യക്തമാക്കി. ലാലി ജെയിംസിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ കള്ളിമുണ്ടെടുത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഫണ്ട് ചോദിച്ചെന്ന ആരോപണം നേരിടുന്ന തന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് ജോസഫ് ടാജറ്റ് ഫോട്ടോയിലൂടെ പങ്കുവയ്ക്കുന്നത്. മേയർ പദവി പണം വാങ്ങി വിറ്റെന്നും പണമില്ലാത്തതിന്റെ പേരിൽ പാർട്ടി തന്നെ തഴഞ്ഞെന്നും ലാലി ജെയിംസ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് DCC അധ്യക്ഷൻ ഫോട്ടോയുമായി രംഗത്തെത്തുന്നത്. ടാജറ്റിന്റെ അടുത്ത വൃത്തങ്ങൾ ഫോട്ടോ വ്യാപകമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ അഡ്വക്കേറ്റ് KK ഷിബുവിനെ തെരഞ്ഞെടുത്തു. 2 അംഗങ്ങളുള്ള LDF തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. ടൗൺ പ്ലാനർ ഡോക്ടർ പ്രദീപ് വരണാധികാരി ആയിരുന്നു. കടങ്ങോട് പഞ്ചായത്തിൽ LDFിലെ അഡ്വക്കേറ്റ് KM നൌഷാദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. LDF 11, UDF 9, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. LDFിന് 3ാം തുടർഭരണം. ഭരണസമിതി ഞങ്ങള് മുൻപും മാള ബ്ലോക്ക് പഞ്ചായത്തിൽ UDFിലെ സുഭാഷിണി രാജീവ് പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികജാതി വനിതാ സംവരണമായി ഈ വിഭാഗത്തിൽ നിന്ന് വിജയിച്ചത് സുഭാഷിണി രാജീവ് മാത്രമാണ്. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി VM മനാഫിനെ തിരഞ്ഞെടുത്തു. മനാഫിന് 12 വോട്ടും പ്രകാശിന് 4 വോട്ടുകളും ലഭിച്ചു. BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പ്രസിഡന്റായി VM മനാഫ് സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകർ മനാഫിന് അഭിനന്ദനങ്ങൾ നേർന്നു. വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവായി വടക്കാഞ്ചേരി ടൗൺ കൌൺസിലറും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയുമായിരുന്ന PN വൈശാഖിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. UDF പാർലമെന്ററി പാർട്ടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ വൈശാഖ് ഇത് 2ാം തവണയാണ് നഗരസഭാ കൌൺസിലർ ആകുന്നത്. KSU യൂണിറ്റ് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി പ്രതിനിധി, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ്, ആലത്തൂർ പാർലമെന്റ് ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ ബിന്ദു ഗിരീഷിനെ തെരഞ്ഞെടുത്തു. 19 വാർഡുകളിൽ LDF 10, UDF 8 എന്നിങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDF സ്ഥാനാർത്ഥി മീന ശലമോന് 8 വോട്ട് ലഭിച്ചു. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി K ഗോവിന്ദൻകുട്ടി വോട്ട് രേഖപ്പെടുത്തി. പഞ്ചായത്തിന് LDFിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ TG ശങ്കരനാരായണൻ ചുമതലയേറ്റു. മുരിയാട് പാറക്കോട്ടുകര ഡിവിഷനിൽ നിന്നാണ് TG ശങ്കരനാരായണൻ വിജയിച്ചത്. 2ാം തവണയാണ് TG ശങ്കരനാരായണൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ശങ്കരനാരായണൻ. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തു. 6 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പൂമംഗലം പഞ്ചായത്തിൽ CPMലെ KS തമ്പി തുടർച്ചയായി 2ാം തവണയാണ് പ്രസിഡന്റായി അധികാരമേറ്റു. കാട്ടൂർ പഞ്ചായത്തിൽ PS മനു, പടിയൂർ പഞ്ചായത്തിൽ CPIയിലെ KP കണ്ണൻ, മുരിയാട് പഞ്ചായത്തിൽ സരള വിക്രമൻ, വേളൂക്കര പഞ്ചായത്തിൽ ഷീജ ഉണ്ണികൃഷ്ണൻ എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ചുമതലയേറ്റു. കാറളം പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിലെ ശിവൻകുട്ടിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ TK രാജു തെരഞ്ഞെടുക്കപ്പെട്ടു. 16 അംഗ ഭരണസമിതിയിൽ NDA അംഗങ്ങളായ 2 പേരും UDF അംഗമായ ഒരാളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്നും വിട്ടുനിന്നു. പഞ്ചായത്ത് അംഗം സായിധ മുത്തുക്കോയ തങ്ങളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് TK രാജുവിന്റെ പേര് നിർദ്ദേശിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റാരെയും നാമനിർദ്ദേശം ചെയ്യപ്പെടാത്തതിനാൽ വരണാധികാരി TK രാജുവിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 15ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച TK രാജു ആദ്യമായാണ് പഞ്ചായത്ത് അംഗമായും പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെടുന്നത്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റായി UDF പിന്തുണയോടുകൂടെ സ്വതന്ത്രൻ ജോയ് നെല്ലിശ്ശേരി തിരഞ്ഞെടുക്കപ്പെട്ടു. LDF 7, UDF 7, BJP 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോയ് നെല്ലിശ്ശേരിക്ക് 8 വോട്ടുകൾ ലഭിച്ചു. LDF സ്ഥാനാർത്ഥി CM സബീഷ് 7, BJP സ്ഥാനാർത്ഥി TV പ്രജിത്തിന് 5 വോട്ടുകളും നേടി.
നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. കോൺഗ്രസിലെ കെ ജയശങ്കർ പ്രസിഡന്റായി അധികാരമേറ്റു. കാട്ടാക്കാമ്പൽ 11ാം വാർഡ് പഴഞ്ഞി ഈസ്റ്റിൽ നിന്നാണ് വിജയിച്ച് പ്രതിനിധിയായത്. BJP വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ആകെയുള്ള 18 വോട്ടിൽ പോൾ ചെയ്ത 17ൽ 9 വോട്ടും ജയശങ്കറിനും 8 വോട്ട് സദാനന്ദൻ മാസ്റ്റർക്കും ലഭിച്ചു. 9 വോട്ട് ലഭിച്ച ജയശങ്കർ വിജയിച്ചതായി മുഖ്യ വരണാധികാരിയായ റിയ ജോസഫ് പ്രഖ്യാപിച്ചു. ശേഷം കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ മണ്ണിൽ UDFന്റെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ അശ്വതി വിബിയെ തിരഞ്ഞെടുത്തു. 16 അംഗങ്ങളുള്ള ബ്ലോക്കിൽ അശ്വതി വിബിക്ക് 10 വോട്ടുകൾ ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി UDFിലെ റെജി ജോർജ് 6 വോട്ടുകൾക്കാണ് നേടിയത്. വരണാധികാരി ഡോക്ടർ C. സീമ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭയാശങ്ക കൂടാതെയും മമത മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ സുഭാഷിണി രാജീവിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. മാള പഞ്ചായത്തിൽ LDFിലെ CPM പ്രതിനിധി PK രാധാകൃഷ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കുഴൂർ പഞ്ചായത്തിൽ UDFിലെ സിൽവി സേവ്യർ പ്രസിഡന്റായി. സിൽവി സേവ്യറിന് 11 വോട്ടും LDFിലെ ഷിജി യാക്കോബിന് 2 വോട്ടും ലഭിച്ചു. 2 അംഗങ്ങൾക്കുള്ള NDA വിട്ടുനിന്നു. പോയ പഞ്ചായത്തിൽ UDFിലെ ഔസേപ്പച്ചൻ ജോസ് പ്രസിഡന്റായി. അനമനടയിൽ UDFിലെ സുനിത സജീവൻ പ്രസിഡന്റായി. പുത്തൻചിറയിൽ LDFിലെ CPM പ്രതിനിധി VN രാജേഷ് പ്രസിഡന്റായി. രാജേഷിന് 10ഉം UDFിലെ MP സോണിക്ക് 5 വോട്ടും ലഭിച്ചു. BJP പ്രതിനിധി ആർക്കും വോട്ട് ചെയ്തില്ല. എടവിലങ്ങിൽ ചെണ്ടമേളത്തോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അരങ്ങേറ്റം. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത വാദ്യകലാകാരൻ കൂടിയായ MR കൈലാസനാണ് തന്റെ വരവ് ചെണ്ടക്കൊട്ടറിയിച്ചത്. BJPയിലെ MA ഹരിദാസിനെ 6-നെതിരെ 10 വോട്ടുകൾക്കാണ് MR കൈലാസൻ പരാജയപ്പെടുത്തിയത്. CPI എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗമായ കൈലാസൻ കഴിഞ്ഞ 5 വർഷം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ബഹദൂർ സ്മാരക ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റ് കൂടിയാണ് ഈ 43 വയസ്സുകാരൻ. നമ്മളൊരു ചരിത്രം കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് ചെങ്ങാലിക്കോട് നേന്ത്രവാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി 750-ലധികം നേന്ത്രവാഴ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സുരേഷ്, വിജയൻ, അബ്ദുൾ റഹ്മാൻ, നാരായണൻ നായർ, അശോകൻ, അനന്തൻ, വേലായുധൻ, ദിനേശ് എന്നിവരുടെ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. 1 മാസം മുതൽ കുലയ്ക്കാറായ വാഴകൾ വരെ വിവിധ പ്രായത്തിലുള്ള വാഴത്തൈകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. തണ്ട് കുത്തിമറിച്ച് കിഴങ്ങിന്റെ ഭാഗത്തെ ദ്രാവകം കുടിക്കുന്നതാണ് കാട്ടുപന്നികളുടെ രീതി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. ചെങ്ങാലിക്കോട് നേന്ത്രൻ കൂടാതെ സ്വർണ്ണമുഖി, കമ്പം തേനി നേന്ത്രൻ മറ്റു നാടൻ വാഴകളും നശിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് കൃഷിയിടത്തിനു ചുറ്റും കുപ്പികളിൽ വിവിധ ലായനികളിൽ കെട്ടിയിടുകയും വേലിക്കമ്പി 3 നിരയായി കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടുപന്നികൾ ഇവയെല്ലാം മറികടക്കുകയാണ്. വെടിവെക്കാൻ ആളെത്തിയപ്പോൾ കാട്ടുപന്നികളെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. 60 ഏക്കറോളം വരുന്ന നെൽകൃഷിയിലും കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. കാട്ടുപന്നികളിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി അവസാനിപ്പിക്കുകയേ വഴിയുള്ളൂ എന്നാണ് കർഷകൻ പറയുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. 63ാമത് തൃശൂർ പൂരം എക്സിബിഷൻ പ്രഥമ ജനറൽ ബോഡി യോഗം പാറമേക്കാവ് അഗ്രശാലയിൽ നടന്നു. 2026 തൃശൂർ പൂരം പ്രദർശനത്തിന്റെ ബഡ്ജറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചു. പ്രദർശന കമ്മിറ്റി സെക്രട്ടറി K. ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ ശ്രീവത്സൻ,
എസ് കുറുപ്പാൽ, എ അരവിന്ദാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി PS സുരേഷ്, ട്രഷറർ PV അരുൺ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കുട്ടനെല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ 98-129 യൂണിറ്റുകളിലെ സപ്തദിന സഹവാസ ക്യാമ്പ് അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പഞ്ചായത്ത് 19ാം വാർഡ് അംഗം പ്രിൻസൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ദിനിൽ പാലപ്പറമ്പിൽ വിശിഷ്ടാതിഥിയായിരുന്നു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ PK വിജയൻ, തൃശൂർ കോർപ്പറേഷൻ കുട്ടനെല്ലൂർ ഡിവിഷൻ കൌൺസിലർ ഹരീഷ് മോഹനൻ, രേണുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ഷോട്ടോക്കാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആൻഡ് ടാൻ ഗ്രേഡിംഗ് തിരുവില്ലാമല വായനശാലയിൽ നടന്നു. സൈമൺ കുരിശിങ്കൽ, ആദിത് സൈമൺ, പഞ്ചായത്ത് അംഗം കൃഷ്ണപ്രസാദ്, രാജു വെട്ടുകാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ചെറുതാലപ്പലിയോടനുബന്ധിച്ച് നടന്ന ദേശപ്പൊങ്കാല ഭക്തിസാന്ദ്രമായി. പൊങ്കാല അടുപ്പിൽ മേൽശാന്തി കണ്ടകത്ത് ഭാസ്കര നമ്പൂതിരി അഗ്നി തെളിയിച്ചു. തുടർന്ന് ഭക്തരുടെ പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകർന്നു. ഭാരവാഹികളായ ശശി വാറനാട്ട്, സേതു തിരുവെങ്കിടം, ബാലൻ വാറനാട്ട്, വിനോദ് കുമാർ, ശിവൻ കണിച്ചാടത്ത്, E രാജു, ഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിങ്ങളുടെ കറിയും അനുബന്ധ വസ്ത്രവുമൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. വേളയാണ്. പ്രത്യേകപൂർവ്വം നിന്ന് കഴിഞ്ഞ 41 ദിനമായി ഇവിടെ തന്നെ വെള്ളരിക്കുക എന്ന ചടങ്ങുകളിലൊക്കെ സമാപനം കുറിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രഞ്ജി T. പരമേശ്വരൻ, PTA പ്രസിഡന്റ് സുബി അനിലൻ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ, MPTA പ്രസിഡന്റ് ഉമ്മക്കുൽസു തുടങ്ങിയവർ സംസാരിച്ചു. നന്നാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ലഹരിക്കെതിരെ നാട് നല്ലട്ടെ അല്ലെ, അതുപോലെ സ്നേഹാങ്കണം, മണ്ണും മനുഷ്യനും, ഗ്രാമസ്വരാജ് കുറേ കാര്യങ്ങൾ പറയുന്നു. സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം 29 മുതൽ ജനുവരി 4 വരെ സംസ്ഥാനത്തുടനീളം സമുചിതമായി ആഘോഷിക്കും. ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. കേരള സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 10ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് MT ഓഡിറ്റോറിയത്തിൽ നടക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. P. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കീർത്തി ശ്രേഷ്ഠ പുരസ്കാരം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന് സമർപ്പിക്കും. പാലിയേക്കര ടോളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. LDF പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നു. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, മുൻകാലങ്ങളിലും ഇത്തരത്തിൽ പാലിയേക്കരയിൽ ടോളിൽ ഗതാഗതക്കുരുക്ക് വളരെ അപൂർവമായ ഒന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും അതേപോലുള്ള ഗതാഗതക്കുരുക്ക് ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പ്രിയങ്ക, ഇന്ന് രാവിലെ മുതൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോ വൈകിട്ടായപ്പോഴും കിലോമീറ്ററുകൾ നീണ്ട വരിയാണ്, വാഹനങ്ങളുടെ നീണ്ട വരിയാണ് പാലിയേക്കര ടോൾ പ്ലാസയുടെ ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത് 2 അടിപ്പാതകളുടെ നിർമ്മാണവും നടക്കുന്ന ഈ സാഹചര്യത്തിൽ ആമ്പല്ലൂരും തൊട്ടപ്പുറത്തുള്ള പേരാമ്പ്രയ്ക്കടുത്തുള്ള പേരാമ്പ്രയിലും അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ ഗതാഗതത്തിൽപ്പെടുന്ന വാഹനങ്ങൾ ഒന്നിച്ച്, അതുപോലെ തന്നെ പുതുക്കാട് സിഗ്നലിൽ കടന്ന് ഒന്നിച്ച്
ടോൾ ബൂത്തുകളിലേക്ക് എത്തുകയാണ്. ഇത് വലിയ തോതിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. നിരവധി തവണ ഇത്തരത്തിൽ പരാതികളും ഒക്കെ പോയിരുന്നെങ്കിലും ഒരു യാതൊരുവിധ നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. കാരണം അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് നമ്മൾ പലതവണ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഇപ്പോൾ ടോൾ പ്ലാസയിൽ ഇത്തരത്തിലൊരു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ ഈ അവധി ദിവസങ്ങളും അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ടുള്ളൂ ഇത്തരത്തിൽ ഈ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട്. ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുക്കാട് നിന്ന് വരുന്ന ആ ഭാഗത്ത് ഏകദേശം ഇപ്പോൾ ടോൾ പ്ലാസ മുതൽ ആമ്പലൂർ വരെയും ഏകദേശം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറുവശത്താണെങ്കിൽ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ അവിടെ വരെ മേൽപ്പാലം കടന്നും ഗതാഗതക്കുരുക്കുകളാണ് ഉള്ളത്. നിരവധി യാത്രക്കാർ ഇതുപോലെ ടോൾ കൊടുത്ത് അമിത ടോൾ കൊടുത്ത് ഇത്തരത്തിൽ മണിക്കൂറുകളോളം വരി കിടന്ന് ദുരിതം അനുഭവിച്ചാണ് ഇപ്പോൾ ഇവർ യാത്ര തുടരുന്നത്. ഇത്തരത്തിൽ നിരവധി തവണയാണ് ഇതുപോലെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് LDF പ്രവർത്തകരാണ്, നെന്മണിക്കര പഞ്ചായത്തിലെ LDF പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തി അവിടെ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങളെല്ലാം ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ അവർ ടോൾ ബൂത്തുകളെല്ലാം തുറന്ന് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ പിന്നിട്ടു. ഇതുവരെയും അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല. അവിടെ അവർ ഇത്തരത്തിൽ ജില്ലാ കളക്ടറോ ആരെങ്കിലും ഇടപെട്ടിട്ട് ഇതിനൊരു സാഹചര്യം ഒരുക്കണം, യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ്. ഇതുപോലെ ഇപ്പോൾ ഈ തിരക്ക് ഏറുന്ന സമയം ഇന്നിപ്പോൾ തൃശ്ശൂർ ബോൺനത്താലെ പോലുള്ള പരിപാടികൾ നടക്കുന്ന സമയമാണ്. ഒരുപാട് വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടന്നു. ഇത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ടോൾ പ്ലാസ അധികൃതരും അതോ പോലീസോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ ഇടപെട്ട് ഈ പാലിയേക്കരയിലെ ഗതാഗതക്കുരുക്ക് തീർത്ത് വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ വരുമ്പോൾ ടോൾ ബൂത്തുകൾ തുറന്ന് നൽകി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കാണണമെന്നുള്ള ഒരു ആവശ്യം ഇതുവരെയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് LDF പ്രവർത്തകർ നെന്മണിക്കര LDF പ്രവർത്തകർ എത്തി ഈ ടോൾ ബൂത്തുകളെല്ലാം തുറന്ന് വാഹനങ്ങൾക്ക് അരമണിക്കൂറിലേറെയായി തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക. ശരി സരീഷ്, എത്ര മണിക്കൂറായി ഗതാഗതം രൂക്ഷമായിട്ട് ഗതാഗതക്കുരുക്ക് ഏർപ്പെടുത്തിയിട്ട് ഇപ്പോൾ എത്ര മണിക്കൂറായിട്ടുണ്ടാവും? ഇന്ന് രാവിലെ മുതൽ തന്നെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തന്നെയാണ്. കാരണം ആമ്പലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗം മുതൽ പുതുക്കാട് വരെയുള്ള വാഹനനിര നീണ്ടു നിൽക്കുകയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പിന്നിട്ടിട്ടും ഇവിടെ ഗതാഗതക്കുരുക്ക് പിന്നിട്ട് തുടരുകയാണ്. അതുപോലെ തന്നെ മറുവശത്തും ഇതുപോലെ തന്നെ ഗതാഗതക്കുരുക്കാണ്. ഈ സിഗ്നല് അതുപോലെ അടിപ്പാത ഈ എറണാകുളം ദിശയിലേക്ക് പോകുന്ന ഭാഗങ്ങളിൽ നടക്കുന്ന അടിപ്പാതകളിൽ പെടുന്ന വാഹനങ്ങൾ, ഗതാഗതക്കുരുക്കിൽ പെട്ടുവരുന്ന വാഹനങ്ങൾ വീണ്ടും ഈ ടോൾ പ്ലാസയിൽ ടോൾ നൽകാൻ വേണ്ടി കാത്തുകിടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇതുവരെയായിട്ടും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ടോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നോ ഒരു രീതിയിലുള്ള നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല. പ്രിയങ്ക. ശരി സരീഷ്, പാലിയേക്കര ടോളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. LDF പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിവരങ്ങൾ നൽകിയത് സരീഷാണ്. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരം ഇന്ന് പാപ്പാ കടലാകും. സെന്റ് തോമസ് കോളേജ് പരിസരത്ത് നിന്ന് ബോൺനാഥാലെ അല്പസമയത്തിനകം ആരംഭിക്കും. മറ്റത്തൂർ പഞ്ചായത്തിൽ അട്ടിമറി. മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി. സ്വതന്ത്രയായി ജയിച്ച ടെസി ജോസിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മറ്റത്തൂരിൽ പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. SDPI പിന്തുണയിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ. AM നിതീഷിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചേലക്കരയിലും അവിടിശ്ശേരിയിലും വേലൂരിലും ഭരണം പിടിച്ച് UDF. ചേലക്കരയിൽ LDF അംഗം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മേരി തോമസിനെ തിരഞ്ഞെടുത്തു. 21 വോട്ടുകൾ നേടിയാണ് മേരി തോമസ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായത്. മേയർ പദവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ഡോക്ടർ നിജി ജസ്റ്റിൻ. തൃശൂരിലെ എല്ലാ ആളുകളുടെയും ദാസനായിരിക്കാനാണ് ആഗ്രഹമെന്ന് മേയർ. കള്ളിമുണ്ടുടുത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.